ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നഴ്സറിയിൽ പഠിക്കുന്ന അനിയൻ അഭിനയിക്കുന്നത് സിനിമയുടെ സെറ്റിലേക്ക് ഒരു ചേച്ചിയും കൂട്ടിന് പോയി ഷോർട്ട് സമയത്ത് ഫ്രെയിമിൽ കയറി നിൽക്കുകയും ചെയ്തു. എന്നാൽ ലൈറ്റ്സ് എല്ലാം ഓണായ സമയത്ത് ഈ പെൺകുട്ടി തല കറങ്ങി അവിടെ വീഴുകയുണ്ടായി. ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ആ സാഹചര്യങ്ങളും ഓർമ്മകളും അവർക്ക് പേടി സ്വപ്നങ്ങളായി മാറിയേക്കാം. എന്നാൽ ഈ പെൺകുട്ടിക്ക് ഇതൊന്നും ഒരു പ്രശ്നമായില്ലെന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് സിനിമ എന്ന മീഡിയത്തിനെ അടക്കി വാടാനായിരുന്നു ആ പെൺകുട്ടിയുടെ നിയോഗം. 5 ഭാഷകളിലായി 700-ലധികം സിനിമകൾ അഭിനയിച്ച കവിതാ രഞ്ജിനി അങ്ങനെ സിനിമാക്കാരുടെ സ്വന്തം പൊടിമോളായി, നമ്മുടെ എല്ലാം സ്വന്തം ഉർവശിയുമായി. മികച്ച നടിമാർ നമുക്ക് ഒരുപാടുണ്ടെങ്കിലും എല്ലാ ടോപ്പ് നായകന്മാരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിച്ച ഒരു നടിയുടെ പേര് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഉർവശി എന്നാണ്. അതിപ്പോ ഉത്തമ വില്ലനിൽ കമൽഹാസൻ നോക്കി നിൽക്കെ ഭർത്താവിന് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്ന ഭാര്യയുടെ സീനാണെങ്കിലും, ലാലേട്ടന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഭരതത്തിന്റെ ക്ലൈമാക്സ് ആണെങ്കിലും, സ്ലാങ്ങും സെന്റിമെന്റ്സും വിട്ട് അമ്മാനമാടുന്ന മമ്മൂക്കയുടെ മുമ്പിൽ കടപ്പുറം സ്ലാങ്ങിൽ ഇമോഷൻസ് ഒട്ടും കൂടുകയും കുറയുകയും ചെയ്യാതെ അഭിനയിച്ച ചാളമേരി ആണെങ്കിലും ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. മികച്ച അഭിനയം എന്നാൽ കരച്ചിലാണെന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് മഴവിൽ കാവടിയും തലയണ മന്ത്രവും പോലെയുള്ള കോമഡി റോളുകളിൽ അഭിനയിച്ച് സ്റ്റേറ്റ് അവാർഡ് നേടി അഭിനയം എന്ന കാര്യത്തിനെ റീഡിഫൈൻ ചെയ്ത നടി കൂടിയാണ് ഉർവശി. ഞാൻ ഈ പറയുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടിയാണ്. ഇനി നിങ്ങൾ ഒരു 1000 റോളുകൾ ചെയ്താൽ പോലും ഞങ്ങൾ അത് ആദ്യം കാണുന്ന ആകാംക്ഷയിൽ കണ്ടിരിക്കും. കാരണം മമ്മൂക്കയോടും ലാലേട്ടനോടുമുള്ള ഇമോഷൻ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു നായിക നടിയോടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയാൻ പോകുന്ന പേരുകളിൽ ഏറ്റവും ആദ്യം തന്നെ ഉർവശി എന്ന പേരുണ്ടാകും. ഇതിനേക്കാൾ ബെറ്ററായി നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. We just love you.